സാറേ PYQ മതി. PYQ പഠിപ്പിച്ച സെറ്റാണ് മക്കൾ PYQ NCERT പഠിപ്പിക്കാതെ അവർക്ക് മാർക്കറ്റില്ല. NCERT ക്വസ്റ്റ്യൻസ് ആണ് PYQ ആയിട്ട് വരുന്നത് സാർ മനസ്സിലാക്കുന്നില്ല. സാർ എന്റെ അഭിപ്രായത്തിൽ PYQ പഠിച്ചാൽ തന്നെ കമ്പോ സെറ്റാണ്. NCERT ആവശ്യമില്ല. NCERT ആണ് അവർക്ക് PYQ ആയിട്ട് വരുന്നത്. അതാണ് ഏറ്റവും വലിയ പോയിന്റ്. NCERT പഠിക്കുന്ന മാർക്ക് വരില്ല. മക്കളെ ഇതേപോലത്തെ ഒരു ആശയക്കുഴപ്പത്തിലാണ് നിങ്ങളൊന്ന് ഞങ്ങൾക്കറിയാം. പ്രത്യേകിച്ച് ഈ ക്രിസ്മസ് എക്സാമിന് ശേഷം NCERT പഠിക്കണോ PYQ പഠിക്കണോ, NCERT മതി PYQ വേണ്ട, അങ്ങനെ പല പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് NCERT vs PYQ എന്ന് പറയുന്ന കംപ്ലീറ്റ് അനാലിസിസ് എങ്ങനെയാണ് നമ്മൾ NCERTയും PYQയും കമ്പൈൻ ചെയ്ത് പഠിച്ച് എക്സാമിന് നല്ല മാർക്ക് വാങ്ങേണ്ടത്. സോ വെൽക്കം ബാക്ക് ടു ദി വീഡിയോ NCERT vs PYQ. സോ ഡിയർ സ്റ്റുഡന്റ്സ്, നമുക്ക് തുടങ്ങില്ല സാറേ? ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞു തരുന്നത് NCERT പഠിക്കണോ PYQ പഠിക്കണോ, നിങ്ങളുടെ കൺഫ്യൂഷൻ തീർക്കാൻ വേണ്ടി നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാണ്. നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക, എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. സോ ആദ്യം സാറോട് എനിക്ക് ചോദിക്കാനുള്ളത്, NCERT മാത്രം പഠിച്ചാൽ മതിയോ അല്ലെങ്കിൽ PYQ മാത്രം പഠിച്ചാൽ മതിയോ? ഇതില് കുട്ടികൾക്കുള്ള ഒരു വലിയൊരു കൺഫ്യൂഷൻ, NCERT വേണോ PYQ വേണോ. കുട്ടികൾക്ക് അറിയാത്ത ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഇത് രണ്ടും തമ്മിൽ കാര്യപ്പെട്ട രീതിയിലുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല. ഇത് രണ്ടും ഓൾമോസ്റ്റ് 99.9% NCERT PYQ ഒക്കെ സെയിം തന്നെയാണ്. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നു, കാരണം കഴിഞ്ഞ 2-3 കൊല്ലത്തെ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ ഡിഫറെന്റ് ആണ്. കാരണം സെയിം PYQ റിപ്പീറ്റ് അടിച്ചുകൊണ്ടേ വന്നിരിക്കുകയാണ്. അപ്പൊ മക്കൾക്ക് കൺഫ്യൂഷൻ ആണ്, ഇതെങ്ങനെയാണ് നിങ്ങൾ PYQ എന്ന് നിങ്ങൾ പറയുമ്പോൾ അത് ഒരിക്കലും ഈ കോവിഡിന്റെ ശേഷമുള്ള PYQ അല്ല. സോ കോവിഡിന്റെ ശേഷമുള്ള PYQ മീൻസ് 2020 മുതൽ 2023 വരെയുള്ള ആ ഒരു PYQ നോക്കുകയാണെങ്കിൽ ഒരേ ചോദ്യങ്ങൾ തന്നെ തിരിച്ചും മറിച്ചും റിപ്പീറ്റഡ് ആയിട്ട് ഒരേ പാറ്റേണിലുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ചോദിക്കുന്നത്. സോ ആ ഒരു PYQ പഠിച്ചുകൊണ്ട് പ്രത്യേകിച്ചിട്ട് കാര്യമില്ല. സോ നിങ്ങൾ 2010 മുതൽ PYQസും NCERT കമ്പൈൻ ചെയ്താ പഠിക്കുന്നത്. അതൊരു അനാലിസിസ്, അത് രണ്ടും ഓൾമോസ്റ്റ് എന്ത് തന്നെയാണ്, സെയിം തന്നെയാണ്. ലാസ്റ്റ് നമ്മളൊരു കൺക്ലൂഷൻ പറയാം എങ്ങനെയാണ് ഇത് പഠിക്കേണ്ടത്. നിങ്ങൾ ആദ്യം ഇതിലൂടെ പോവാ, എന്നിട്ട് ലാസ്റ്റ് നമ്മളൊരു കൺക്ലൂഷൻ പറയാം എങ്ങനെയാണ് പഠിക്കേണ്ടത്. നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട് ഞങ്ങളുടെ കയ്യിൽ. അതേപോലെ തന്നെ NCERT കുറച്ച് കട്ടിങ്സ് ഉണ്ട്. അത് വെച്ചുകൊണ്ട് നമുക്ക് കമ്പയർ ചെയ്തുകൊണ്ട് എങ്ങനെ പഠിക്കണമെന്ന് അവസാനം കൺക്ലൂഡ് ചെയ്യാം. സോ NCERT നിങ്ങൾക്ക് വന്ന ഫസ്റ്റ് സെഷനിൽ വന്ന മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ട്. നിങ്ങൾക്ക് ഇതിൽ എല്ലാ ക്വസ്റ്റ്യനോടെ നമ്മൾ പോകുന്നില്ല. ഒരുവിധം ക്വസ്റ്റ്യൻ ഇതൊക്കെ നിങ്ങൾക്ക് ഓക്കെ ആയിരിക്കും. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ ചെയ്താണ്, മീൻസ് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അതിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ നിങ്ങളെ കുഴപ്പിച്ചിട്ടുണ്ടാവാം. മൂന്നാമത്തതിൽ ഈ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും. ശരിക്കും സാറേ മെട്രിക്സ് വളരെ എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റർ ആണ്. പക്ഷേ ഈ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 3 മെട്രിക്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ, എന്നിട്ട് ഇവിടെ കാണുന്ന ഈ ചെറിയ ചെങ്ങാന്റെ വാല്യൂ കണ്ടെത്താനാണ് പറയുന്നത്, എക്സിന്റെ വാല്യൂ കണ്ടെത്താൻ. സോ ഇറ്റ് വിൽ ബി ചലഞ്ചിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ബട്ട് ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ NCERT വൃത്തിക്ക് പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, വളരെ വൃത്തിക്ക് പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ കിട്ടുമായിരുന്നു. കാരണം അവിടെ കാണാൻ പറ്റും മിസ്സെല്ലേനിയസ് എക്സസൈസ് എന്ന് പറയുന്ന ഭാഗത്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ ഇപ്പോൾ ഡിറ്റോ എക്സാക്ട് സെയിം ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഈ സെയിം ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ മിസ്ലേനിയസിലെ മിസ്ലേനിയസിനെ പറ്റിയിട്ട് നമ്മളിപ്പോ ക്ലാസ്സിലൊക്കെ പറയുന്ന സമയത്ത് കുട്ടികൾ മിസ്ലേനിയസോ അതെന്താ ചാതനം ചോദിക്കുന്നത്, അതെന്താ ചാതനം. സോ മിസ്ലേനിയസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്ക്, നമ്മളിപ്പോ മെട്രിക്സ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്ത് അതിൽ ഓരോരോ കൺസെപ്റ്റുകളിന് കറസ്പോണ്ടിങ് ആയിട്ട് ഓരോരോ എക്സസൈസ് ഉണ്ടാവും. ഇപ്പൊ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷന് കറസ്പോണ്ടിങ് ഒരു എക്സസൈസ് ഉണ്ടാവും. ലാസ്റ്റ് ഇങ്ങനെ ഇൻവേർട്ടിബിൾ മെട്രിക്സിന് കറസ്പോണ്ടിങ് ഒരു എക്സസൈസ് ഉണ്ടാവും. ലാസ്റ്റ് ഇതെല്ലാം കൂടി കഴിഞ്ഞിട്ട് എല്ലാ എക്സസൈസിനും കൂടി ക്വസ്റ്റ്യൻ കോമൺ ആയിട്ട് ഒരു അവ്യൽ പരിവുള്ള സാധനമാണ് നമ്മുടെ മിസ്ലേനിയസ് എന്ന് പറയുന്നത്. എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും മിസ്സെല്ലേനിയസ്. ഇനി ഒരാൾ പോലും മിസ്സെല്ലേനിയസ് എന്താണെന്ന് അറിയാതിരിക്കരുത്. അവസാനം മിസ്സെല്ലേനിയസ് എക്സാമ്പിൾ ഉണ്ടാവും, മിസ്സെല്ലേനിയസ് എക്സസൈസ് ഉണ്ടാവും. ഇതിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഫെമിലിയർ ആയിരിക്കണം. അതേപോലെ ഇതിലൊരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ കാണാം. സാർ പറഞ്ഞ ആ പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചോ, ദ ക്വസ്റ്റ്യൻസ് ആർ എബവ് ആവറേജ്. മിസ്ലേനിയസിലെ ക്വസ്റ്റ്യൻസ് ആണ്, നിങ്ങൾ എക്സസൈസിലെ ക്വസ്റ്റ്യൻ മാത്രം പോലെയല്ല, കുറച്ചൊരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്റെ അഭിപ്രായത്തിൽ ഒരു കുട്ടി വൃത്തിയിൽ NCERT പഠിച്ചതിന് ശേഷം കുട്ടിക്ക് റിവൈസ് ചെയ്യാനുള്ള ഏറ്റവും നല്ല പരിപാടി ആ ചാപ്റ്റർ റിവൈസ് ചെയ്യാനുള്ള മിസ്ലേനിയസ് എക്സസൈസിലൂടെ ഒന്ന് പോവാ. മീൻസ് അതിന്റെ അകത്ത് എല്ലാ എക്സസൈസും ഉണ്ട്. അപ്പൊ നിങ്ങൾ മൊത്തത്തിൽ ഒരു റിവിഷൻ നിങ്ങൾക്ക് ആ ചാപ്റ്റർ നിന്ന് കിട്ടും മിസ്ലേനിയസ് നിങ്ങൾ കവർ ചെയ്യുകയാണെങ്കിൽ. അതേപോലെ തന്നെ മെട്രിക്സിലെ ഫസ്റ്റ് ക്വസ്റ്റ്യനും എക്സസൈസിൽ വരുന്ന ഒരു MCQ ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ പ്രൂഫ് ചോദിക്കുന്നുണ്ട്. ഈ സെയിം ക്വസ്റ്റ്യന്റെ ഒരു പ്രൂഫ് ആയിട്ട് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ എക്സസൈസ് ക്വസ്റ്റ്യനിലുണ്ട്, സെയിം ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇവിടെയും കാണാം, മിസ്ലേനിയസിൽ കാണാം. മിസ്ലേനിയസിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ AB - BA സ്ക്യൂ സിമെട്രിക് ആണ് പ്രൂവ് ചെയ്യാനാണ്. അവിടെ എക്സസൈസിൽ വരുന്ന MCQ ആണ്. പിന്നെ നാലാമത്തെ അത് പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് എളുപ്പത്തിൽ തന്നെ ടിക്കറ്റ് പോയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ നാലാമത്തെ ക്വസ്റ്റ്യൻ സാറേ നമ്മുടെ എക്സസൈസിലെ ക്വസ്റ്റ്യൻ ആണ്, NCERT ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഒരു മാറ്റം ഉണ്ട് സാർ. എന്താ നോക്കി, NCERT ഈ ക്വസ്റ്റ്യൻ ഉണ്ട്, ചെറിയൊരു മാറ്റം ഉണ്ട്. NCERT ഇവിടെ sin x plus cos x ആണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്, sin x minus cos x ആണ്. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ, സാറേ മിസ്ലേനിയസ് ഒക്കെ ഡിഫിക്കൽട്ട് ആണ്, സ്കൂളിൽ മിസ്ലേനിയസ് ചെയ്തിട്ടില്ല, ഇനി മിസ്ലേനിയസ് കിട്ടാൻ വേണ്ടി ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? മക്കളെ, ഇന്നലെ നടന്നൊരു ലൈവ്, ഓക്കെ, ഈ വീഡിയോ ഒന്ന് ടെലികാസ്റ്റ് ചെയ്ത് നോക്കിയോ നിങ്ങൾ, ഇന്നലെ നടന്ന ലൈവ് ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ മിസ്ലേനിയസിലെ ക്വസ്റ്റ്യൻ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മിസ്ലേനിയസിലെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ആ ലൈവിൽ ത്രൂ ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ നമ്മൾ ചാനലിൽ ത്രൂ ഔട്ട് എല്ലാ ചാപ്റ്ററിന്റെയും മിസ്ലേനിയസ് ക്വസ്റ്റ്യൻസ് മീൻസ് സാധ്യതയുള്ള മിസ്ലേനിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ മെട്രിക്സിന്റെ കേസിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതേപോലെ തന്നെ
തന്നെ അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സും പറഞ്ഞു, NCERT വരുന്നുണ്ട്. ബാക്കിയുള്ള എല്ലാ ക്വസ്റ്റ്യൻ നോക്കി കഴിഞ്ഞാലും മിസ്സെലീനിയസുമായി ടച്ച് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നത്. ഇനിയും നമുക്ക് ക്വസ്റ്റ്യൻസ് കാണിക്കാനുണ്ട്, ഡിഫറെന്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ സാറേ ഒരു ക്വസ്റ്റ്യൻ തിരിച്ചു വരുന്നു, NCERT മാത്രം പഠിച്ചു, PYQ വരുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ ഇതാ PYQ വരുന്നുണ്ട്. സോ ഈ ക്വസ്റ്റ്യൻ ഒക്കെ എസ്പെഷ്യലി PYQ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണത്. ഓക്കെ, ഒരു കാര്യം ചോദിക്കട്ടെ, PYQ NCERT ഇല്ലെന്നുണ്ടോ? ഇല്ല, ഇത് ഈ ചോദ്യം NCERT ഈ പാറ്റേണിൽ ക്വസ്റ്റ്യൻ ഉണ്ട്. അതെ, NCERT പഠിച്ചു കഴിഞ്ഞാൽ PYQs ഓൾറെഡി നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. പിന്നെ ഒന്നോ രണ്ടോ വ്യത്യാസമുള്ള PYQs മാത്രമാണ്. അത് പിന്നീട് അത് ഈ ചോദ്യം അതേപോലെ തന്നെ ഇതൊരു PYQ ക്വസ്റ്റ്യൻ ആണ്. ഇത് NCERT ഇല്ല. നോക്ക്, അതാണ് ഇതിന്റെ വ്യത്യാസം. ഈ A.B മോഡുലസ് ഓഫ് A.B മോഡ് ഓഫ് A cross B then theta is equal to എന്താന്നുള്ളത് PYQ ഉണ്ട്, പക്ഷേ NCERT ഇല്ല. നിങ്ങൾ ശരിക്കും കോവിഡിന് മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ കാണാൻ പറ്റുന്നതാണ്. NCERT PYQ വരുന്നു. ഇനി നമുക്ക് എന്താക്കാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ സീലിംഗ് ഫംഗ്ഷൻ വരുന്ന ക്വസ്റ്റ്യൻ. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്ക്, NCERT നമ്മുടെ സിലബസിലേ ഇല്ല. എനിക്ക് തോന്നുന്നു അത് NCERT എക്സംപ്ലറിലൊക്കെ ഉള്ളതാണ്. ബട്ട് എന്നാലും ഇങ്ങനൊരു ചോദ്യം, ഈ ഒരു ടേം സീലിംഗ് ഫംഗ്ഷൻ നമുക്ക് ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ ആണ്, അത് അതല്ല. ബട്ട് ഇവിടെ ഒരു 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഇത് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ ഒരുപാട് കുഴപ്പിച്ചിട്ടില്ല ഈ ചോദ്യം, കാരണം ബാക്കിയുള്ള എല്ലാ ചോദ്യവും കണ്ടിന്യൂസ് ആണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം അല്ലെ. ഈ ഫംഗ്ഷൻ മോഡ് എക്സ് കണ്ടിന്യൂസ് ആണെന്നും ലോഗ് എക്സ് കണ്ടിന്യൂസ് ആണെന്നും 1/x കണ്ടിന്യൂസ് ആണെന്ന് പറയാം. പിന്നെ കണ്ടിന്യൂസ് അല്ലാത്ത പിന്നെ തന്നെയല്ല സാധ്യതയുള്ളൂ. സോ അങ്ങനെ മീൻസ് നിങ്ങൾ ഒരുപാട് കുഴപ്പിച്ചിട്ടില്ല. ഇതേപോലത്തെ ടേമുകൾ അതിന്റെ അകത്ത് ഉണ്ടെന്നുള്ളൂ. സീലിംഗ് ഫംഗ്ഷൻ പോലത്തെ നിങ്ങൾ കാണാത്തൊരു സാധനം അതിന്റെ അകത്ത് ഉണ്ട്. ബട്ട് അതൊക്കെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ അവരെ കുഴപ്പിച്ചിട്ട് ഏതാ ഇന്റഗ്രേഷനിൽ മോഡ് വരുന്ന, ഡെഫിനിറ്റ് ഇന്റഗ്രലിൽ മോഡ് വരുന്ന ഈ ക്വസ്റ്റ്യൻ ആക്ച്വലി NCERT ക്വസ്റ്റ്യൻ ആണ്. എക്സാക്ട് നോക്കുക, ഇവിടെ എക്സാമ്പിൾ മിസ്ലേനിയസിലുള്ള ക്വസ്റ്റ്യൻ പോലും അല്ല. മിസ്ലേനിയസിൽ ഇതേ പാറ്റേണിൽ വേറെയും ചോദ്യങ്ങൾ വരുന്നുണ്ട്. സോ ഇത് ഡയറക്ട്ലി എക്സാമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മളിപ്പോ അധികവും മോഡുലസ് ഉള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. മോഡിനുള്ളിൽ എന്തെങ്കിലും ലീനിയർ ആയിട്ടുള്ള സാധനങ്ങളായിരിക്കും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. മോഡുലസ് ഓഫ് x-5 അല്ലെങ്കിൽ മോഡുലസ് ഓഫ് 2x-3. സോ ആ ക്വസ്റ്റ്യന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ അത് കൺസെപ്റ്റ് അറിയില്ലെങ്കിൽ പോലും ചെയ്യാം. ഒരു ട്രിക്ക് വെച്ചിട്ട് ആ ക്വസ്റ്റൻ ഒക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. ബട്ട് ഈ ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ വ്യക്തമായ മോഡുലസിന്റെ കൺസെപ്റ്റുകൾ അറിഞ്ഞാലേ നമുക്കിത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഈ ക്വസ്റ്റ്യന്റെ കേസ് ഞാനത് എക്സ്പെക്ട് ചെയ്തില്ല ചോദിക്കുന്നില്ല. നമ്മൾ ആ ക്വസ്റ്റ്യൻ വരുന്നുള്ളത് മീൻസ് അത്ര ലെവലിലേക്ക് പോകുന്നുള്ള വിചാരിച്ചാൽ ഒബ്വിയസ്ലി ഇത് ഒരു അബവ് ആവറേജ് ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് മുന്നേ പ്രീവിയസ് ഇയറിൽ പോലും എനിക്ക് തോന്നുന്നു ഈ അടുത്തൊന്നും ചോദിച്ചിട്ടില്ല അങ്ങനത്തെ ക്വസ്റ്റ്യൻ എന്നുള്ളത്. ഓക്കെ, പിന്നെ നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അതിൽ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു സാറേ. ഇതൊക്കെ NCERT ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ sin raised to 5x NCERT sin raised to 7x ഉണ്ടായിരുന്നു. ബട്ട് അവിടെ 5 ആണെങ്കിലും 7 ആണെങ്കിലും ഒക്കെ സെയിം മെത്തേഡിലാണ് ചെയ്യാം. ഓക്കെ, ബാക്കിയുള്ള ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണ PYQs വരുന്ന ടൈപ്പ് ഓഫ് ഇത് PYQ NCERT ഒരേപോലെ വരുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. പിന്നെ നമുക്ക് അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിലേക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇതും അധികം ചോദിക്കാത്തൊരു ചോദ്യമാണ്. ബട്ട് ഇതൊക്കെ NCERT ഉള്ള ചോദ്യം തന്നെ ചെറിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും. ഇത് ആക്ച്വലി NCERT ഡയറക്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഇല്ല, പക്ഷേ ഇതുപോലെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ കാണാൻ പറ്റും. ഇല്ല, ഞാൻ എടുത്തിട്ടില്ല. ഈ ക്വസ്റ്റ്യൻ ഏതാണ്ട് അതുപോലെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ ആ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ NCERT അത്രയും ഫെമിലിയർ ആണെങ്കിൽ മാത്രം ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസും നിങ്ങളുടെ എക്സാം പേപ്പറിൽ വരുന്നുണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക. അതേപോലെ തന്നെ നമുക്ക് എല്ലാ ക്വസ്റ്റ്യനിലൂടെ പോകാനുള്ള സമയം ഉണ്ടാവില്ല. വേറെ ക്വസ്റ്റ്യൻ ഇന്റഗ്രേഷൻ ഈ ക്വസ്റ്റ്യൻ ഒക്കെ നമുക്ക് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്ത് ഒരു 1-2 സ്റ്റെപ്പിന് ശേഷം അത് NCERT ഒരു ക്വസ്റ്റ്യനിലേക്ക് എത്തും. മീൻസ് NCERT ചെയ്ത് എക്സാക്ട് സെയിം അല്ല, നിങ്ങൾ കുറച്ച് സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് ആ ക്വസ്റ്റ്യനിലേക്ക് എത്തും. സോ ആ രീതിയിലൊക്കെയാണ് ഇവർ ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഇവിടെ നമ്മളൊരു കൺക്ലൂഷൻ പറയുകയാണെങ്കിൽ ഞാൻ പറയുന്ന ഒരു ഐഡിയ എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്ത് NCERT ടെക്സ്റ്റ് ബുക്ക് എടുത്ത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഞാൻ പറയുന്നത് ഈ കോവിഡിന്റെ ശേഷമുള്ളത് മാത്രമല്ല കേട്ടോ, കോവിഡിന്റെ കുറച്ച് മുന്നേ ഉള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുക്കുക. എന്നിട്ട് ആ ക്വസ്റ്റ്യൻ NCERT ഏത് ഭാഗത്ത് നിന്നാണ് ചോദിച്ചത് എന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുക്കുമ്പോൾ നമ്മൾ പണ്ട് മുതൽ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. സോ NCERT ഈ ഒരു ഭാഗത്ത് നിന്നാണ് ക്വസ്റ്റ്യൻസ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. സോ ഈ ക്വസ്റ്റ്യൻ NCERT ഈ ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിന്റെ തൊട്ട് മേലെയും ഈ പുറകിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഒന്ന് കവർ ചെയ്ത് പോവാം. ചില ക്വസ്റ്റ്യൻ NCERT ഒരിക്കലും ചോദിക്കില്ല. ലൈക്ക് വളരെ ലെങ്തി ആയിട്ടുള്ള കാൽക്കുലേഷൻസ് ഉള്ള ക്വസ്റ്റ്യൻ ഒരിക്കലും എക്സാമിന് ചോദിക്കില്ല. 1-2 പേജുകൾ വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. ബട്ട് അത് എക്സാമിന് ചോദിക്കില്ല, കാരണം അത് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾ എക്സാം എഴുതി കഴിയൂല. സോ അത്രയും ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പൊതുവെ ഒരു എക്സാമിനും അത് നമ്മൾ എന്തെങ്കിലും കൺസെപ്റ്റ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. NCERT ടെക്സ്റ്റ് ബുക്കിൽ ആ ക്വസ്റ്റ്യൻ ഇടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇനി ഭാവിയിലേക്ക് പഠിക്കാനുള്ള എന്തെങ്കിലും കൺസെപ്റ്റിന് ആവശ്യമുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. എക്സാമിന് നമ്മൾ വിചാരിച്ച സമയത്തിൽ എഴുതി കഴിയാൻ പറ്റാത്ത രീതിയിലുള്ള ചോദ്യങ്ങൾ ഒരിക്കലും ചോദിക്കില്ല. സോ ഐഡിയാസ് ഒരു കാര്യം പറയാനുള്ളത് വെച്ചാൽ ഇവര് പല മക്കളും ഭയങ്കര ആശങ്കയോടെ കാണാൻ ചാൻസ് ഉണ്ട്. ഇനി നമ്മൾ NCERT സ്റ്റാർട്ടിങ് മുതൽ പഠിച്ചു തീർക്കണോ, പഠിക്കണോ എന്ന് ഒരുപാട് പേടിയോടെ നിൽക്കുന്ന മക്കളുണ്ടാവും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, NCERT പഠിക്കുന്നതിനൊപ്പം PYQs നിങ്ങൾ പഠിച്ചിരിക്കണം. രണ്ടും കൂടി പഠിച്ചിരിക്കണം. പിന്നെ NCERT സ്റ്റാർട്ടിങ് മുതൽ കംപ്ലീറ്റ്ലി ഇത് പഠിക്കുക എന്നുള്ളതൊന്നും നടക്കുന്ന പരിപാടിയിൽ ഞാൻ ഒരുപാട് ലൈവിൽ പറഞ്ഞാണ്. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഇപ്പൊ ശ്രമിക്കേണ്ട. ലൈക്ക് NCERT ഈച്ച് ആൻഡ് എവറി ക്വസ്റ്റ്യൻ നടക്കൂല. എല്ലാ എക്സസൈസിലും കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടാവും. ഓക്കെ, മീൻസ് ആ കുറച്ച് ചോദ്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ആ NCERT എക്സസൈസ് ഫുൾ ആയിട്ട് കവർ ചെയ്ത പോലെയാണ്. ബട്ട് ആ കുറച്ച് ചോദ്യങ്ങൾ ഏതാണ് എന്നുള്ളത് ഒരിക്കലും
നിങ്ങൾക്ക് മനസ്സിലാവില്ല. കാരണം നിങ്ങൾ NCERT ത്രൂ ഔട്ട് കവർ ചെയ്ത ആൾക്കാരല്ല, അത് കവർ ചെയ്യാൻ പറ്റാത്തതാണല്ലോ പ്രശ്നം. സോ ടീച്ചർ എന്ന നിലയിൽ നമുക്കത് ക്ലിയർ ആയിട്ട് അറിയാൻ മതിയാവും. ഇത്രയും ചോദ്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഓക്കെ ആവും എന്നുള്ളത്. അത് നമ്മൾ ലൈവിൽ ഓരോ ലൈവിലും ഇത് തന്നെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മീൻസ് ഒരു ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യുന്നതിനാണ് കാര്യം കിടക്കുന്നത്. ഓരോ എക്സസൈസിനും നമ്മൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യുന്നത്. വല്ലാതെ ടെൻഷൻ അടുപ്പിക്കാൻ വിചാരിക്കേണ്ട ഒരു ഹാപ്പി ന്യൂസ് പറയാനുള്ളത്, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ കാണുന്ന ഇത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചോ, ഇത് ശരിക്കും നിങ്ങൾ ശ്രദ്ധിച്ചോ. ക്വസ്റ്റ്യൻസിനൊക്കെ ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾ ഫസ്റ്റ് സെറ്റില്, അതായത് ആദ്യം 3 മാർക്കിന് 8 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൽ 6 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൽ മതി. അതായത് നമുക്ക് ഡിഫിക്കൽട്ട് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ നമ്മൾ റിമൂവ് ചെയ്താലും 6 ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാനുണ്ട്. 6 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൽ ആ കാണുന്ന 3 മാർക്കിൽ 18 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. 6 × 3 18 ആയി. പിന്നെ അതേപോലെ 4 മാർക്കിന്റെയും 2 ക്വസ്റ്റ്യൻ നമുക്ക് എന്താക്കാം, ഓപ്ഷനിൽ വരുന്നതാണ്. അതും ഒഴിവാക്കി കഴിഞ്ഞാൽ 24 മാർക്ക് വാങ്ങാം. പിന്നെ അതേപോലെ 6 മാർക്കിന്റെ ക്വസ്റ്റ്യനിലും ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് സുഖമായിട്ട് ടാക്ടിക്കലി പഠിച്ചു കഴിഞ്ഞാൽ ഫുൾ മാർക്ക്. ഇതിലിപ്പോ ഇവരെ ഞെട്ടിച്ച കുറച്ച് ചോദ്യങ്ങൾ അത് ഒഴിവാക്കി നിർത്തിയാലും A+നുള്ള വകുപ്പ് സ്റ്റിൽ അതിലുണ്ട് എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പം ഒരു കാര്യമാണുള്ളത്, പാനിക് ആവരുത്. പാനിക് ആവാതെ അടിപൊളിയായിട്ട് എക്സാം എഴുതി കൃത്യമായിട്ട് പഠിക്കുക. നിങ്ങൾ പഠിക്കുന്നതിൽ നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങൾ പഠിക്കുന്നതിൽ വിശ്വസിക്കുക. കൃത്യമായിട്ട് പാനിക് ആവാതെ എക്സാമിന് ആൻസർ ചെയ്യുക. ഇതിന്റെ അകത്ത് ഇതുവരെ പഠിച്ചു തുടങ്ങിയിട്ടില്ല, എങ്ങനെ പഠിച്ചു തുടങ്ങണം, ആദ്യം ഏത് ചാപ്റ്റർ പഠിക്കണം എന്നുള്ള കൺഫ്യൂഷനുള്ള ആൾക്കാരുണ്ടെങ്കിൽ അതിന്റെ ഒരു വീഡിയോ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. മാത്സ് ഫസ്റ്റ് ഏത് ചാപ്റ്റർ ആണ് പഠിച്ചു തുടങ്ങേണ്ടത്, ഓർഡർ എങ്ങനെയാണ്, അതേപോലെ തന്നെ ഏതൊക്കെ ചാപ്റ്റേഴ്സ് പഠിച്ചാൽ, അതായത് ആദ്യത്തെ, അതായത് കാൽക്കുലസ് ഒഴിവായി കഴിഞ്ഞാൽ തന്നെ വലിയൊരു മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ആ വീഡിയോയിൽ. സോ ആ വീഡിയോ കാണാത്ത ആൾക്കാർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമുക്ക് വീഡിയോ കൊടുക്കാം. പിന്നെ എനിക്ക് നിങ്ങൾ എവിടെയാണ് ഇപ്പൊ നിങ്ങൾ നിൽക്കുന്നത്, നിങ്ങളെ ലെവൽ ഇപ്പൊ എന്താണെന്ന് അറിയാൻ വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെ ക്രിസ്മസ് എക്സാമിന്റെ പേപ്പർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ സത്യസന്ധമായിട്ട് നിങ്ങളെ മാർക്ക് നിങ്ങൾ കമന്റ് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങൾ മാർക്ക് കമന്റ് ചെയ്തോ. ചുമ്മാ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ്. പക്ഷേ എനിക്ക് സാറേ അങ്ങനെ നിങ്ങൾ കമന്റ്. ഞാൻ പറഞ്ഞ കേരളത്തിൽ ഇതിപ്പോ ഇവർക്ക് ഇവരുടെ ക്ലാസ്സിലുള്ള കുട്ടികളുടെ മാർക്കെല്ലാം അറിയാം. സോ കേരളത്തിലുള്ള ഒരുവിധം എല്ലാ ജില്ലയിലുള്ള കുട്ടികളുടെ മാർക്ക് ഇവർക്ക് അറിയെങ്കിൽ ഇവർക്ക് മനസ്സിലാവും ഏത് ലെവലിലാണ് എല്ലാ കുട്ടികളും ഉള്ളത് എന്നുള്ളത്. നിങ്ങൾ ഒറ്റയ്ക്ക് വിഷമിക്കേണ്ട, ബാക്കി എല്ലാവരുടെ വിഷമം കൂടി നിങ്ങൾ മനസ്സിലാക്കിക്കോ. അപ്പൊ ഇപ്പോൾ തന്നെ നിങ്ങൾ കമന്റ് ചെയ്യുക. വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ എന്താക്കുക, നിങ്ങളുടെ മാർക്ക് കമന്റ് ചെയ്യുക. സ്കൂളിൽ ഒരു ആവറേജ് മാർക്ക് കമന്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് നന്നാവും. നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ കോമ്പറ്റീഷൻ ഏത് ലെവലാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. സോ നമ്മുടെ കൺക്ലൂഷൻ ഒന്നുകൂടി പറയട്ടെ. NCERT മാത്രം പഠിച്ചാൽ മതി, PYQ പഠിക്കണം എന്നുള്ളത്. NCERT നിങ്ങൾ പഠിക്കും, PYQ ക്വസ്റ്റ്യൻസ് എടുത്ത് വെച്ചിട്ട് പഠിക്കും. സോ PYQ ക്വസ്റ്റ്യൻസ് ഓരോ ക്വസ്റ്റ്യനും NCERTന്റെ ഏത് ഭാഗത്താണ് ചോദിക്കുന്നത് മനസ്സിലാക്കുക. ക്വസ്റ്റ്യൻ ഇടുന്ന ആൾക്ക് എന്താണ് ചെക്ക് ചെയ്യുന്നത് മനസ്സിലാക്കുക. PYQ 2010 മുതൽ നിങ്ങൾ എന്താക്കണം, ചെക്ക് ചെയ്ത് തുടങ്ങുക. എന്നിട്ട് അത് പാറ്റേൺ മനസ്സിലാക്കി പഠിക്കുക. പിന്നെ അതേപോലെ തന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ലൈവുകൾ നമ്മൾ എന്തായാലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മളെ ലൈവില് ആ ഒരു പാറ്റേൺ മനസ്സിലാക്കിക്കൊണ്ടാണ് ഓരോ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വീണ്ടും പറയട്ടെ, ഇന്നലത്തെ ഇന്റഗ്രേഷന്റെ ലൈവില് ഡീറ്റെയിൽ ആയിട്ട് മിസ്ലേനിയസ് ക്വസ്റ്റ്യൻസ് മാത്രമല്ല, ഞാൻ കുട്ടികളോട് നമ്മൾ എങ്ങനെ ലൈവ് എടുക്കുന്നതെന്ന് വെച്ചാൽ, തൊട്ടിപ്പുറത്ത് എൻ്റെ അടുത്ത് ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. ഓക്കെ, ഈ നമ്മളിവിടെ ചെയ്യുന്ന സ്ലൈഡും ഉണ്ട്. സോ കുട്ടികൾ പറയാണ് ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ നമ്പർ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ആ ക്വസ്റ്റ്യൻ എടുക്കുന്നത് ചെയ്യുന്നത്. സോ ആ രീതിയിലാണ് ലൈവ് ഇതാക്കുന്നത്. മീൻസ് നിങ്ങൾക്ക് ലൈവ് ഇപ്പോൾ 8:30 വരെ ആണെങ്കിൽ 8:30ക്ക് ശേഷം കുട്ടികൾക്ക് ലൈവായിട്ട് ഡൗട്ട് ചോദിക്കാൻ വേണ്ടി പറ്റും. ജസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ക്വസ്റ്റ്യൻ നമ്പർ അവിടെ അപ്പൊ തന്നെ ലൈവ് ആയിട്ട് ചെയ്യുന്നതാണ്. സോ ആ രീതിയിലുള്ള ഫെസിലിറ്റി ഒക്കെ ഉണ്ട്. മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. സോ നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ എന്തൊക്കെ പഠിക്കുക. NCERTന്റെയും PYQന്റെയും ഡിഫറൻസും അതെങ്ങനെ മാനേജ് ചെയ്യണമെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. സോ നമുക്ക് എന്താക്കാം, വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയ ടോപ്പിക്കുമായിട്ട് കാണാം. ബൈ.